ഇന്ന് നടന്ന ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 പരീക്ഷയുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം നമുക്കൊന്ന് അറിഞ്ഞാലോ. ഇപ്പൊ MLTയുടെ എക്സാം കഴിഞ്ഞല്ലോ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? ആണ്. എഡ്യൂസിന്റെ വീഡിയോസ് കാണാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, താങ്ക്സ്. പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? ഓൾമോസ്റ്റ്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? കുറെയൊക്കെ പഠിച്ചതാണ് വന്നത്. എഡ്യൂസിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. എഡ്യൂസ് അക്കാഡമി യൂസ്ഫുൾ ആയിരുന്നു. എങ്ങനെയുണ്ട് എഡ്യൂസ് അക്കാഡമി? എങ്ങനെയുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നു വീഡിയോസ് ഒക്കെ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. അത്ര പ്രിപ്പയർ ചെയ്തില്ല. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്. എന്നാലും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ഒക്കെ തന്നെയാണോ ചോദിച്ചിട്ടുള്ളത്? യൂസ്ഫുൾ ആയി. കുഴപ്പമില്ല. പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? കുറച്ചൊക്കെ. മുന്നത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ? കുറച്ചുണ്ടായിരുന്നു. കുഴപ്പമില്ല. പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? അല്ലാത്തതും ഉണ്ടായിരുന്നു. എന്നാലും ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു പേപ്പർ? കുഴപ്പമില്ലായിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കുഴപ്പമൊന്നുമില്ല. പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? പ്രാക്ടീസ് ചെയ്തില്ല. കുഴപ്പമില്ലായിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? കുറച്ചൊക്കെ. എന്നാലും മുന്നത്തേക്ക് പേപ്പർ വെച്ച് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരുന്നു ഇത്തവണ. പിന്നെ കുറച്ചിങ്ങനെ ബ്രീഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വായിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് ടൈമൊക്കെ വേണ്ടി വന്നു. നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? യൂസ്ഫുൾ ആയിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നു. അധികം പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നത്, എന്നാലും പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എഡ്യൂസ് അക്കാഡമിയുടെ വീഡിയോസ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ വിലയിരുത്തുന്നു? നല്ല വീഡിയോസ് ആണ് കൂടുതൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോസിൽ. ഞാൻ യൂട്യൂബിലാണ് നോക്കിയത്, ഞാൻ അല്ലാണ്ട് വേറെ ഒന്നും കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. പാടായിരുന്നോ? പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നോ? വന്നിരുന്നു. എനിക്ക് പാടായിരുന്നു. മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സാം ടഫ് ആയിരുന്നോ? ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. മുന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പാടായിരുന്നു. ആണോ? പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നു? കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? കുറച്ച് ഹിസ്റ്ററി ആയിരുന്നു കൂടുതൽ. ആണോ? എല്ലാം തിയറി ബേസ്ഡ് ആയി. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ്. മുന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ടഫ് ആയിരുന്നോ? എഡ്യൂസ് അക്കാഡമിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? MLTയുടെ യൂസ്ഫുൾ ആയിരുന്നോ? പാടായിരുന്നു. മുന്നേ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ചെയ്തത് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. അതല്ല എനിക്കൊന്ന് IMA ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചും കൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ നോർമൽ ഡിപ്ലോമ ലെവൽ അങ്ങനെ അല്ലായിരുന്നു. കുറച്ചൊരു BSc അല്ലെങ്കിൽ എൻട്രൻസിന്റെ ഒക്കെ എക്സാം ഇല്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എക്സാം ആയിട്ടാണ് തോന്നിയത്. പഴയത് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അത് വളരെ കുറച്ച്. പിന്നെ 2 ഓപ്ഷൻസ് ഒന്ന് കൺഫ്യൂഷൻ ആവുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം. പ്രാക്ടീസ് ചെയ്ത വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി അധികം ടഫായിരുന്നു. എഡ്യൂസ് അക്കാഡമിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ആണോ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു. യൂസ്ഫുൾ ആയിരുന്നു വീഡിയോസ് ഒക്കെ? മോക്ക് ടെസ്റ്റ് എല്ലാം നല്ല യൂസ്ഫുൾ ആണ്. നല്ല പാടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മുന്നേ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നു. ഓൺലൈനൊക്കെ സെഗ്മെന്റ് ബേസ് ആണ് കൂടുതലും. എഡ്യൂസ് അക്കാഡമിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? യൂസ്ഫുൾ ആയിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നു. ഭയങ്കര ടഫായിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു എല്ലാവരും പറയായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വായിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. ടഫായിരുന്നു. കുറച്ച് ടൈം എടുക്കും. അത് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നോ? പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് അത് കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടായിരുന്നു. ടഫായിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? വളരെ പാടായിരുന്നു. എന്തുകൊണ്ടാണ് പാടെന്ന് പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇല്ല, അത് പഠിക്കാത്തോണ്ടായിരുന്നു. കുഴപ്പമില്ല. ടഫായിരുന്നോ? എന്തുകൊണ്ടാണ് ടഫ് എന്ന് പറയുന്നത്? മുന്നേ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസിനേക്കാളും വ്യത്യസ്തമായിട്ടാണോ വന്നത്? കുഴപ്പമില്ല. ഞാൻ ഫുൾ ക്ലാസ് കണ്ടിട്ടില്ല. മാക്സിമം ക്ലാസ് കാണാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നോ? അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല.
പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ വന്നത്? 50% എളുപ്പമുള്ളതും ഒരു 50% ടഫായിട്ടുള്ളതും. എജുസിന്റെ ഓൺലൈൻ ക്ലാസ് കാണുമായിരുന്നു. എങ്ങനെ യൂസ്ഫുൾ ആയിരുന്നു? ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ വന്നു. എടാ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, കുറച്ച് ടഫ്. ഓക്കെ, പഠിച്ചതൊക്കെ വന്നായിരുന്നു. എത്രത്തോളം സഹായമായിരുന്നു നമ്മുടെ എജുസിന്റെ ക്ലാസ്സസ് ഒക്കെ? ഒരുവിധം ക്ലാസ് അറ്റൻഡ് ചെയ്ത രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. കുറച്ച് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെങ്കിലും മാക്സിമം എഴുതാൻ പറ്റും. പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നി. എജുസിന്റെ വീഡിയോസ് എന്തെങ്കിലും കാണാറുണ്ടായിരുന്നു? എഡ്യൂസോ എഡ്യൂസിലാണ് ഞാൻ DH ഒക്കെ എഴുതി പാസ്സായത്. അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് അവരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ നല്ലതായിരുന്നു. ഞാൻ എഡ്യൂസിലെ ഗവൺമെന്റിന്റെ ഇതിൽ കയറിയില്ലായിരുന്നു. DH ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് എഴുതാൻ വന്നത്. വേണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല. കുറച്ച് ഹാർഡായിരുന്നു അല്ലേ? ഹാർഡൊന്നല്ല, വേറെ ലെവലിലോട്ട് കൂടുതൽ ഫാർമസി അങ്ങനത്തെ. ലാസ്റ്റ് കുറെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഒക്കെ, അത് കുറച്ച് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ക്ലാസ്. ക്ലാസ്സസ് ഒക്കെ എങ്ങനെ സഹായമായിരുന്നു എജുസിന്റെ? നല്ല ക്ലാസ്സസ് ആയിരുന്നു. ഈ എക്സാമിന് എത്രത്തോളം സഹായമായിരുന്നു ക്ലാസ്? ഓൾമോസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പഠിച്ചവർക്ക് എളുപ്പം, പഠിക്കാത്തവർക്ക് പാടായിരുന്നു. ന്യൂസിൽ പറഞ്ഞത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എത്രത്തോളം യൂസ്ഫുൾ ആയി എക്സാമിന് എജുസിന്റെ വീഡിയോസ് ഒക്കെ? കുഴപ്പമില്ല, അതിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാണാറുണ്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ? യൂട്യൂബിലല്ലേ? യൂട്യൂബിൽ കാണാറുണ്ടായിരുന്നു. എക്സാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമുണ്ടായിരുന്നു, കുറച്ചൊക്കെ പാടായിരുന്നു. ഓക്കെ, പഠിച്ചതൊക്കെ വന്നായിരുന്നു? പഠിച്ചത് ഞാൻ വലുതായിട്ട് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. നല്ലതായിരുന്നു. പാടായിരുന്നു. എജുസ് അക്കാഡമിയുടെ വീഡിയോസ് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എക്സാം? ഞാൻ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ലാബ് മാസ്റ്റർ. ആണല്ലേ? പാടായിരുന്നു. ടോട്ടലി പാടായിരുന്നോ? ടോട്ടലി പാടായിരുന്നു. പഠിച്ചിട്ട് അത് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? പഠിച്ചൊക്കെ ഉണ്ട്, എന്നാലും പാടാണ്. എജുസ് അക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ കണ്ടോട്ട്. എങ്ങനെ വിലയിരുത്തുന്നു എജുസ് അക്കാഡമിയുടെ? നല്ലതാണ്. പഠിച്ച വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? മീൻസ് ക്വസ്റ്റ്യൻസ് കുറെ സൈക്കോളജി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടഫായിരുന്നു. പഠിച്ചതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? കുറച്ചൊന്നും കുഴപ്പമില്ലായിരുന്നു, ബാക്കിയൊക്കെ കുറച്ച് ടഫായിരുന്നു.